എന്തൊരു തോൽവിയായിപ്പോയി. എജ്ജാതി തോൽവിയാണ് ഉണ്ടായത്. ചോദിക്കുന്നത് മറ്റാരുമല്ല, മുൻ സ്പീക്കറും CPM നേതാവുമായ AN ഷംസീറാണ്. പറയുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും. ഉണ്ടായത് വമ്പൻ തോൽവിയാണെന്ന് ഷംസീർ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി രക്തസാക്ഷി കുഞ്ഞാലിയുടെ അനുസ്മരണ പരിപാടിയിലാണ് ഷംസീറിന്റെ തുറന്നു പറച്ചിൽ. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണത്തിന്റെ ആലസ്യത്തിലും ഹുങ്കിലുമായിരുന്നു CPM നേതാക്കൾ. ഭരണത്തണലിൽ എന്തും ചെയ്ത് മുന്നോട്ട് പോയി. അവിടെ ജനങ്ങളെയും ആരെയും ഗവനിച്ചില്ല. അന്ന് തെറ്റ് ചൂണ്ടിക്കാട്ടിയവരെയെല്ലാം അത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരായാൽ പോലും അവരെയെല്ലാം ശത്രുക്കളായി കണ്ട് ആക്രമിക്കുകയാണ് CPM ചെയ്തത്. ഇപ്പോൾ നാണം കണ്ട തോൽവി ഏറ്റുവാങ്ങി 26 സീറ്റുമായി ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഓരോ നേതാക്കന്മാർക്കും തിരിച്ചറിവുണ്ടാകുന്നത്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ എന്ന് പറയുന്നത് പോലെയാണ് CPM ഇപ്പോൾ. അന്ന് ശരിയെന്ന് തോന്നിയതെല്ലാം ഈ കിട്ടിയ സമയത്താണ് അവർക്ക് തെറ്റെന്ന് തോന്നുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയോടുള്ള മൃദു സമീപനം, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, അയ്യപ്പ സംഗമത്തിൽ യോഗിയുടെ സന്ദേശം വായിച്ചത് എല്ലാം തിരിച്ചടിയായെന്ന് പറയുന്നുണ്ട് ഷംസീർ. വെള്ളാപ്പള്ളി തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയപ്പോഴും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ അതിനെ പിന്തുണച്ചു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിലെ മുതിർന്ന സഖാക്കൾ തന്നെയാണ് രംഗത്ത് വന്നത്. അന്ന് അവരെ വർഗവഞ്ചകരെന്ന് മുദ്ര കുത്തി പുറത്താക്കി. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നാണ് സംസ്ഥാന സമിതി അംഗം കൂടിയായ ഷംസീർ തന്നെ പറയുന്നത്. അങ്ങനെ പലരും തുറന്നു പറയാൻ മടിക്കുന്നതെല്ലാം ഷംസീർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പാർട്ടി 3ാം ഭരണം പ്രതീക്ഷിച്ചിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ലീഡ് കണ്ട് സന്തോഷിച്ചു. എന്നാൽ വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഒലിച്ചു പോയെന്നാണ് ഷംസീറിന്റെ വാക്കുകൾ. പരാജയത്തിന്റെ കാരണങ്ങൾ പഠിച്ചെന്നും തോൽവിക്ക് പിന്നാലെ വിനയത്തോടെ ജനങ്ങൾക്കിടയിൽ ഇനിയും ഇറങ്ങുമെന്നും മുൻ സ്പീക്കർ വ്യക്തമാക്കുന്നുണ്ട്. തോൽവിയുടെ പേരിൽ CPM-നെ എഴുതിത്തള്ളേണ്ടെന്നും പാർട്ടി ശക്തമായി തിരിച്ചു വരുമെന്നും മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഷംസീർ പറയുന്നു. ഷംസീറിന്റെ ആ വാക്കുകൾ കേൾക്കാം. ഇനിയിപ്പോ കേരളം വല്ലാത്ത തോൽവിയാണല്ലേ? ഇങ്ങനെ നോക്കുന്നു നമ്മളും വിചാരിച്ചിട്ടില്ല. തുറന്നു പറയല, എല്ലാരും വരുന്ന ആഫീസ് എന്റെ ആഫീസാണ്. എല്ലാരും വരും, ലീഗുകാരും വരും, കോൺഗ്രസ്സുകാരും വരും, നമ്മുടെ പാർട്ടിക്കാരും വരും. നമ്മളെങ്ങനെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യും. നമ്മളൊരു 3ാം ഭരണം പ്രതീക്ഷിച്ചു ഞങ്ങളെല്ലാവരും. ഞാനും വിചാരിച്ചു 2011 സമായിരിക്കും. 2011 നിങ്ങൾക്കറിയാല, ഒരു 2020 മാച്ച് പോലെ. അല്ലെങ്കിൽ 2022 അർജന്റീന ഫ്രാൻസ് ഫൈനൽ പോലെയാ. ഇപ്പോഴത്തെ കളി പോക്കാന്ന് വൺ സൈഡ് ടൈപ്പ്. നിങ്ങൾ അർജന്റീനക്കാരുണ്ട്, ഞാൻ അർജന്റീനയുടെ ആളാണ്. 120 കളി കണ്ടിട്ട് ഉറക്കം പോയി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 2022 വേൾഡ് കപ്പ് ഫൈനൽ പോലെയാ ഞാൻ 2011 ഇലക്ഷൻ കണ്ടത്. ഏതാണ്ട് അതിന് സമാനാണ്. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ എന്താ ഞാൻ വിചാരിച്ചത്? ഒരു 68-72. നമ്മളാ വരുന്നെങ്കിൽ ഒരു 71-72. അവരാ വരുന്നെങ്കിൽ 75-76. അവരെ നേതാക്കന്മാർ സ്വകാര്യം വിളിച്ചു പറഞ്ഞു, സ്പീക്കറെ നമ്മൾ വരും, പക്ഷെ 75-76. എണ്ണം തുടങ്ങി. ആദ്യം പോസ്റ്റലാണ്, നമ്മൾ ലീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ തന്നീച്ചിങ്ങനെ ഇരുന്ന് ലീഡിംഗ് ആണ്. പോസ്റ്റൽ വന്നപ്പോ നമ്മൾ ലീഡാണ്. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നു. അവസാനം മറ്റതും എണ്ണിയല്ല, എട്ടും അങ്ങ് ഒളിച്ചുപോയത്. ഏതാ തോൽവി? ജാതി തോൽവിയാണ്. എന്റെ നാട്ടിൽ പയ്യന്നൂർ തോറ്റു, പിന്നെ നിലമ്പൂർ തോറ്റ വല്ല കാര്യമുണ്ടോ? പയ്യന്നൂർ തോറ്റാ പിന്നെ വണ്ടൂരിൽ എണ്ണേണ്ട കാര്യമില്ല. പയ്യന്നൂര് തോറ്റാൽ വണ്ടൂർ എണ്ണേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളങ്ങ് വിട്ടുകൊടുക്കുന്നതല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പരാജയം കേരളത്തിലുണ്ടായി. പരാജയത്തിന്റെ കാരണം ഞങ്ങൾ കേട്ടു ജനങ്ങളോട്. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിനയത്തോടെ പരാജയം ഏറ്റുവാങ്ങി. പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു, വിനയത്തോടെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയും ഇറങ്ങും. ഓരോ തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോഴും ഞങ്ങൾ എഴുതി തള്ളണ്ട. 2019 പാർലമെന്റ് ഞങ്ങൾ തോറ്റു. 19 ഓർക്ക് നമുക്ക് 1. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി തയ്യാറാക്കിയ രേഖ ഇങ്ങനെ പറയുന്നു: ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യില്ല എന്ന നിഗമനത്തിലേക്ക് എത്തരുത്. അത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. വണ്ടൂരിലെ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യില്ല, ഇനി ഒരു ചെയ്യൂല, അപ്പം ചെയ്യണ്ട, ഇനി മുടിഞ്ഞു പോട്ടെ എന്ന് പറയുന്നതല്ല. വിനയത്തോടെ ജനങ്ങൾ ഇറങ്ങണം. 2019 പാർട്ടി രേഖ ഞാൻ ആവർത്തിക്കുന്നു: ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവർ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യില്ല എന്നും, ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ചെയ്യും എന്നും ധാരണയിലേക്ക് എത്തരുത്. അതുകൊണ്ട് വിനയത്തോടെ ഈ വിധി ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇറങ്ങുന്നു. നമുക്കെല്ലാം കൂട്ടായി ജനങ്ങളിലേക്ക് ഇറങ്ങാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
2029 പാർലമെന്റോട് കൂടി തിരിച്ചു വരും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഞാൻ 2 ലക്ഷം പറയാം. 77 ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് 77 പറ്റി എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും ചരിത്രം വായിച്ച് അറിവ് വെച്ച് പറയാം. 77 പക്കത്തിലെ 17 സീറ്റാ, ആകെ 26. എംപയിൽ നമ്മൾ വന്നില്ലേ? മുടി നരച്ചവർക്കറിയാല അല്ലെ? മുടി നരച്ചവർക്ക്. ഇനി മുടി കറപ്പിച്ച ആൾക്കാരുണ്ടാവും, ഓർക്കും അറിയാല. നരച്ച മുടി കറപ്പിച്ചാൽക്കും അറിയാം. 80 നായനാര് വന്നില്ലേ? ഇനി എന്റെ ഓർമ്മ പറയാം, 2001 അന്നാണ് ആദ്യത്തെ വോട്ടിംഗ് മെഷീൻ. മറ്റേതാകും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. കയറ്റം ഇറക്കം 11 മണി 12 മണി രാത്രി 1 മണിക്ക് റിസൾട്ട് വരിക. അപ്പൊ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ട് അതുകൊണ്ട് പിന്നെ രാവിലെ നമ്മൾ അറിയുള്ളൂ. ഇതങ്ങനെയല്ല, ഒരു ഞെക്കൽ ഞെക്കുമ്പോൾ തന്നെ വോട്ടിംഗ് കൊണ്ട് വരികയാണ്. 2001 10 മണിയാകുമ്പോഴേക്ക് എല്ലാം തീർന്നിന്. 100 ഓർക്കും, നമുക്ക് 40. 100 ഓർക്ക്, നമുക്ക് 40. അന്ന് എന്റെ മണ്ഡലത്തിൽ കോടിയേരിയ സ്ഥാനാർത്ഥി. ഞാൻ ഇലക്ഷന്റെ ഒരു മുഖ്യ ചുമതലക്കാരനായിരുന്നു. SFI ഈ ശിവപ്രസാദനൊക്കെ പോലെ SFI. കോടിയേരി പറഞ്ഞോടോ, നീ പോയി ലഡു മേടിച്ചിട്ട് വാ. ഞാൻ ബൂത്തിന്റെ കൗണ്ടിംഗ് സ്റ്റേഷന്റെ പുറത്തുനിന്ന് ബേക്കറിയിലേക്ക് പോകുമ്പോൾ റോട്ടുമ്മൽ ആരുമില്ല. ഇവിടെ നിങ്ങൾ ആന ഇറങ്ങിയാലുണ്ട്, അതുപോലെയാ തലശ്ശേരി ടൗൺ, ആരുമില്ല. ലഡു മേടിച്ചു വന്നു, ആർക്കും ഇറങ്ങുന്നില്ല. ലഡു കൊടുക്കുന്ന അവസാനം മരിച്ചവരെ നിന്ന പോലെയാ. തിന്നണ്ടേ? കോടിയുടെ വായിൽ ഒരു കഷ്ടം ഞാൻ വെച്ചു കൊടുത്തു, മൂപ്പർ എന്റെ വായിലും വെച്ചു തന്നു. ആർക്കും ഇറങ്ങുന്നില്ല. 2001 140. പക്ഷെ 2004 കേരളത്തിന് ഇതുവരെ എന്നുള്ള ചരിത്രത്തിൽ 18 പാർലമെന്റ് സീറ്റുമായി ഇടതുപക്ഷം സഖാവ് കുഞ്ഞാലിയുടെ പാർട്ടി തിരിച്ചു വന്നു. ഓർമ്മയില്ലേ? അതുകൊണ്ട് നിരാശയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. ചിലർ ചോദിക്കുകയല്ല, സ്വകാര്യം ചോദിക്കും, സഖാവ് വല്ല രക്ഷയുണ്ടാവോ? നിരാശയുടേതായ ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിലില്ല. വർദ്ധിത വീര്യത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തിരിച്ചു വരും. അതിന്റെ സാഹചര്യമുണ്ട്. എന്താ നമ്മൾ തോക്കാൻ കാരണം? തോക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലെ ചില കാരണങ്ങൾ പാർട്ടി ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഫിത്തിന പറച്ചിലാണ്. പിണറായി വിജയനും മോഡിയും തമ്മിൽ അന്തർധാര. എന്താ പറഞ്ഞ? പിണറായിയും മോഡിയും തമ്മിൽ അന്തർധാര. പിണറായി വിജയൻ മുണ്ടെടുത്ത മോഡിയാ. ഇതാരാ പ്രചരിപ്പിച്ചത്? ഇത് പ്രചരിപ്പിച്ചത് UDF, കോൺഗ്രസും ലീഗുവാ. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആസൂത്രിതമായി ആ കഥ പ്രചരിപ്പിക്കപ്പെട്ടു. മതേതര മനസ്സിനകത്ത് ചെറിയൊരു മോഹഭംഗമുണ്ടായി. മതേതര മനസ്സിലെ മോഹഭംഗം, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക, ഇതെല്ലാം ചേർന്നപ്പോ ഒരുപാട് ഘടകങ്ങളുണ്ടായി. ഒപ്പം ഒരു തുടർച്ചയായി ഞങ്ങൾ ഭരിക്കല്ലേ എന്നാ ഇവര് മാറി നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ തോറ്റത്. 35 സീറ്റ് നമുക്കുള്ളൂ ഇപ്പൊ. 35. 102 ഓർക്ക്, 35 ഞങ്ങൾക്ക്, 3 സീറ്റ് BJPക്ക്. അതിൽ ഞങ്ങളുടെ പല കോട്ടകൊത്തളങ്ങളും തകർന്നടിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട്, ഇതിനപ്പുറത്ത് ഒരു പാർട്ടി എന്ത് സ്വയം വിമർശനം നടത്തണം. സ്വയം വിമർശനം നടത്തി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഗമം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് വച്ചിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ആ പോരായ്മ തിരുത്തി വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. ഇനി അപ്പുറത്ത് വന്നല്ലോ, ഞങ്ങളൊന്നും ഉണ്ടല്ലോ കേട്ടാ. ഭരണം ഇപ്പം മധുവിധ കാലല്ലേ, പുയ്യാപ്പിളാർക്ക് തക്കാരം കൊടുക്കും ഇഷ്ടം പോലെ. ഇപ്പൊ തക്കാരം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. എന്താ സ്ഥിതി? ആദ്യത്തെ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 102 സീറ്റുമായി അധികാരത്തിലേക്ക് വന്നവർക്ക് ആദ്യ 2 ആഴ്ച മുഖ്യമന്ത്രി ഉണ്ടായോ? 3 പേരല്ലേ മത്സരിച്ചത്. അവസാനം ചെന്നിത്തലാണ് തൂഫാനാക്കി വിട്ടു. മൂപ്പറവും കൊണ്ടങ്ങ് പോയി. സതീശൻ ഇരിക്കുക. ബഹുമാനപ്പെട്ട നേതാക്കന്മാരാ, എല്ലാവരോടും വലിയ ബഹുമാന. 2 മാസം തികഞ്ഞ് 3-ാം മാസത്തിലേക്ക് പോകുമ്പം എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന്
പവർ കട്ട് തിരിച്ചു വന്ന് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കാലത്ത് വല്ല തടസ്സമുണ്ടായോ സീരിയല് കാണാൻ? ഞങ്ങളുടെ കാലത്ത് സിനിമ കാണാൻ വല്ല തടസ്സമുണ്ടായോ? എന്താ കുടുംബശ്രീ സാവിത്രിയാ? വല്ല തടസ്സമുണ്ടായോ അത് കാണാൻ? ഇപ്പൊ കുടുംബശ്രീ സാവിത്രിയും ഇല്ല, ഫുട്ബോളും ഇല്ല. ഞാൻ എന്റെ അനുഭവം പറയാം. അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ, രാവിലെ കളി. രാവിലെ കൊണ്ട് മെനക്കെട്ടായിരുന്നതിന് 1-1 എക്സ്ട്രാ ടൈമിലേക്ക് പോയി. ലാസ്റ്റ് 3 മിനിറ്റ് ബാക്കി. അപ്പോൾ 5 മിനിറ്റ് ബാക്കി. അന്നേരം അർജന്റീന 2 ഗോൾ അടിച്ച് ഞാൻ കണ്ടില്ല. കറണ്ട് പോയി.